പ്രിയമുള്ള മുനമ്പ് നിവാസികളെ, ഈ വേദിയിൽ എനിക്കൊപ്പം സന്നിഹിതരായിരിക്കുന്ന 2020 ഉപാധ്യക്ഷൻ ഗോപകുമാരേട്ടൻ, BJP മണ്ഡലം പ്രസിഡന്റ് ഷബിൻലാൽ, 2020 കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ്, ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞുമാൻ, അതുപോലെ എന്നെ ആദരിക്കാൻ വേണ്ടി വന്ന ഫിലിപ്പ് ചായൻ, അതിനേക്കാളെല്ലാം ഉപരി ഒരു നാടിൻ്റെ അപകടം, ഒരു നാടിന് നേരിടാൻ പോകുന്ന ഒരു അപകടം മനസ്സിലാക്കി ആ നാട്ടിലെ ജനത ഒന്നടങ്കം ഒരുമിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആദരവ് നൽകേണ്ടതില്ല എന്നും ഒരു ചെറിയ കുറ്റബോധത്തോടു കൂടിയിട്ട് സംസാരിച്ച് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പല സമരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സമരങ്ങളിൽ ഒന്നായിരുന്നു ആശാവർക്കർമാരുടെ സമരങ്ങൾ. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഞാൻ പോയിരുന്നു. പിന്നീട് പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ പരീക്ഷ ആ ലിസ്റ്റിൽ എഴുതി പാസ്സാവുകയും പിന്നീട് അർഹമായ രീതിയിൽ ജോലി ലഭിക്കാതെ ഒരു പറ്റം യുവാക്കൾ തിരുവനന്തപുരത്ത് സമരം കിടന്നപ്പോഴും എന്നെ അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഞാനവിടെ പോവുകയുണ്ടായി. ഈ അടുത്തിടെ നമ്മുടെ നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ഒരു വലിയ സമരത്തിലാണ്, 10,000-ലധികം കുട്ടികൾ സമരത്തിലാണ്. അപ്പോൾ അവരും എന്നെ ക്ഷണിച്ചു, ഞാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ക്ഷണിച്ചിട്ട് പോകേണ്ടതാണോ, അറിഞ്ഞ് ചെല്ലേണ്ടതാണോ എന്ന കുറ്റബോധത്തിലാണ് ഞാൻ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്നു, മുനമ്പത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വായിക്കുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ സർക്കാരിനെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് നൽകിയ ഒരു സ്വീകാര്യത, അവർ ബോധപൂർവം എന്നെ ഒരു കോൺഗ്രസ്സുകാരനാക്കി മാറ്റാൻ ശ്രമിച്ച രീതികൾ, അവർ നൽകിയ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഉരമരുന്ന്, ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മുനമ്പത്തെ പ്രശ്നങ്ങൾ ഞാൻ കാണുമ്പോൾ, മുനമ്പത്ത് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി വന്ന് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ അതിലൂടെ എൻ്റെ ഉള്ളിലെ മതേതരത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം എന്നിലേക്ക് സൃഷ്ടിച്ചത് ഇവിടുത്തെ UDF ആണ്, ഇവിടുത്തെ കോൺഗ്രസ് ആണ്. പക്ഷെ പതിയെ പതിയെ അവരുടെ നിലപാടുകളെല്ലാം ഞാൻ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊപ്പവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും ഒക്കെ നിരവധി വേദികൾ പങ്കിട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് അവസാന സമയം 2020 ചേർന്നത്? കേവലം ഒരു സീറ്റിന് വേണ്ടിയാണോ? അല്ല. എന്നോട് വ്യക്തിപരമായിട്ട് പലരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരോട് പറഞ്ഞിരുന്ന പല വിഷയങ്ങളും അത്തരത്തിലൊന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച ഒരു സമീപനം. ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മതരാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്ന ഒരു സംഘടന മതേതരത്വം പറയുന്ന പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ചേർന്ന് പോകാൻ കഴിയുക? മറ്റൊരു കാര്യം കൂടെ പറയുന്നു, മുസ്ലിം ലീഗ് നേതാക്കന്മാർ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ അധികാരത്തിലെത്തുന്നത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയാണ്. അങ്ങനെ അവർക്ക് പറയാമെങ്കിൽ, അവരെ ഒപ്പം കോൺഗ്രസിന് ചേർക്കാമെങ്കിൽ, ആ സംഘടനയുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വന്നിട്ട് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഒരേ സമയം തന്നെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ട് മാറുകയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും പല LDF നേതാക്കന്മാരും. ഒരു നാട്ടിലുണ്ടായിട്ടുള്ള അപകടത്തെക്കാൾ ഉപരി ആ നാട്ടിലെ ജനതയുടെ നീതിയാണ് പ്രശ്നം. അത് ഏത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആ നാടിൻ്റെ നീതി ആർക്കൊപ്പമാണോ നിൽക്കുന്നത്, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അവിടെ നമുക്ക് സമുദായം നോക്കണ്ട, ജാതി നോക്കണ്ട, മതം നോക്കണ്ട. നാളെ ഇതേ പ്രശ്നം എവിടെയോ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെടുന്നവർക്കുണ്ടായാലും നമ്മളെല്ലാം ഒരുമിച്ച് അവർക്ക് വേണ്ടി നിൽക്കണം. കാരണം നീതി അവർക്കൊപ്പമാണെങ്കിൽ, ഇവിടെ നീതി മുനമ്പത്തെ ജനതയ്ക്കൊപ്പമാണെന്നുള്ള കാര്യം എല്ലാ പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ്, എല്ലാ വ്യക്തമായ സത്യമായ ചർച്ചകളിൽ നിന്ന് വ്യക്തമാണ്, ഹൈക്കോടതി സമീപിച്ച രീതികളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം പൂർണ്ണ മനസ്സോടുകൂടി വരാതെ ഇവിടെ തന്നെ ഒരുപക്ഷെ 600 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഈ 600 കുടുംബങ്ങളിൽ എന്തിനാണ് ഒരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കുന്നത്? 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയെ കീഴടക്കിയത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രിട്ടൻ പോലെ എവിടെയോ കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് പേർ ഇന്ത്യ പോലത്തെ ഇത്രയും വലിയൊരു രാജ്യത്തേക്ക് വന്നിട്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയത്? ഈ രാജ്യത്തെ ഓരോ ജനതയും പരസ്പരം ഭിന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ നാടിനെ ഒരു കാലത്ത് കീഴടക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ആ നാട് ഒരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടൻ ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കൂടി നിൽക്കുന്ന ജനതയോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. വീടിനുള്ളിലിരുന്ന് നിങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇടതുപക്ഷം സംരക്ഷിക്കും എന്ന് കരുതി
ഈ നാട്ടിലെ ഒരു പറ്റം ജനത 500 ദിവസമായിട്ട് ഒരു സമരപ്പന്തലിൽ വന്നിരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ, ഈ നാടിന് വേണ്ടി ഒരുമിക്കാതെ, ഞങ്ങളിൽ കുറച്ചു പേർ കോൺഗ്രസ് ആണെന്നും ഞങ്ങളിൽ കുറച്ചു പേർ കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന ചിന്തയിലൂടെ മുനമ്പത്തെ ജനതയിൽ ആരാണ് ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? അവിടെ ഈ അപകടമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. രാഷ്ട്രീയമല്ല നമുക്കിവിടെ പ്രശ്നം. ഈ നാട് നേരിടുന്ന ഒരു അപകടമാണ് നിങ്ങളുടെ പ്രശ്നം. ഈ നാട്ടിലെ ജനത നേരിടുന്ന നിങ്ങളുടെ സ്വത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തെ സഹായിക്കാൻ ആരാത്മാർത്ഥമായി നിങ്ങളെ സമീപിക്കുന്നു എന്നതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് BJPക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിലൊരു സത്യമുണ്ടായതുകൊണ്ടാണ്. ഇവിടുത്തെ മുത്തലാഖ് വിഷയത്തിൽ ഒരു സമീപനം സ്വീകരിക്കാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന വകുപ്പ് കാശ്മീരിൽ നിന്ന് എടുത്തു കളയാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധനം നടപ്പിലാക്കി നമ്മളെ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ കൺട്രിയാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞെങ്കിൽ, വഖഫ് വിഷയത്തിൽ കൃത്യമായ ഒരു നിയമ ഭേദഗതി വരുത്താൻ മോദിക്ക് കഴിഞ്ഞെങ്കിൽ, മുനമ്പത്തെ ജനതയും സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഞാനിത് സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം. അല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് പലരും വരും. അതാണ് ഞാൻ പറഞ്ഞൊരു കുറ്റബോധം തോന്നുന്നു. സാധാരണ രാഷ്ട്രീയക്കാരന്മാർ, കള്ളന്മാർ എവിടെങ്കിലും 10 പേര് കൂടുന്നിടത്ത് വന്ന് നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് വന്നിങ്ങനെ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോകും. കള്ളത്തരമാണ്. വിശ്വസിക്കരുത് ഒരുത്തനെ, ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കരുത്, ഞാൻ ഉൾപ്പെടുന്ന ഒരാളെയും. കാരണം ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരുവനും വന്ന് ഒരു പ്രദേശത്ത് സത്യസന്ധമായി ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്നു എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു 4 ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ വരേണ്ട കാര്യമില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ തന്നെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എനിക്ക് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ പല കണ്ടന്റും വൈറലാക്കുന്നുണ്ട്. ഞാനിവിടെ വരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം, സത്യസന്ധമായി വരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അടുത്തിടെ ഞാൻ തിരിച്ചറിഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും സത്യസന്ധമായിരുന്നുവെന്ന് ഉള്ളിൽ തട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അഖിൽമാരാരെ പോലെ ഒരു ചെറുപ്പക്കാരന് കോൺഗ്രസിൽ എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയോ ജമാഅത്ത് ഇസ്ലാമിയെയോ മുസ്ലിം ലീഗിനെയോ ഒന്നും തന്നെ ഒരു കാലത്തും വിമർശിക്കാൻ കഴിയില്ല എന്നും, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തള്ളിപ്പറയുന്നതാണെന്നും, ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിക്കുന്നതാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് വെച്ചേക്കുമ്പോൾ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് അനാവശ്യമായ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ പലരും ഭയപ്പെടുമ്പോൾ, സത്യം സംസാരിക്കാൻ, വികസനം സംസാരിക്കാൻ, ഈ നാടിൻ്റെ നന്മയ്ക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു കാലത്ത് ഒറ്റയ്ക്ക് നിന്ന് പടവരുതിയ സാബു ജേക്കബിനെ പോലെ ഒരു മനുഷ്യൻ്റെ ഒപ്പം ചേരാൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് 2020 കിഴക്കമ്പലത്ത് കാണിച്ച അത്ഭുതങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ജനത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നില്ല? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു നാട് നന്നാവുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കിഴക്കമ്പലം പോലെ ഒരു നാട്ടിലെ ജനതയെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട്, തനിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, ഈ നാട്ടിലെ എല്ലാ മുന്നണിക്കെതിരെയും പോരാടിയ ആയിരക്കണക്കിന് കോടിയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമയം ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സമയം നാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുമ്പോൾ, സാധാരണ രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പണത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സാധാരണ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന, ലോകത്തിന് മുന്നിൽ അഭിമാനിക്കത്തക്ക ഒരു മലയാളിയായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അടുത്തിടെ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ, ആ സിനിമ നമുക്ക് അപമാനമാണെന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചു, ശരിയാണ്, കേരള സ്റ്റോറിയിൽ ഒരു കണ്ടന്റ് നമുക്ക് അപമാനമാണെങ്കിൽ മലയാളിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനം സൃഷ്ടിച്ചെടുത്ത സാബു ജേക്കബിനെ നിങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു? കിട്ടുന്ന അവസരത്തിലെല്ലാം തന്നെ ആ മനുഷ്യനെ നിങ്ങൾ കടന്നാക്രമിക്കാൻ ശ്രമിച്ചില്ലേ? അയാളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഇന്നും അദ്ദേഹം വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട്, ഈ നാടിൻ്റെ മാറ്റം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനുണ്ടാകാൻ പോകുന്ന അഭൂതപൂർണമായിട്ടുള്ള വികസനം പ്ലാൻ ചെയ്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്ന് വേണം ഇനി എൻ്റെ പ്രവർത്തനമെന്ന് തീരുമാനിച്ചപ്പോൾ അംഗീകരിക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞു? അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ മനുഷ്യൻ്റെയും ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് തിരിച്ചറിയണം.
ഈ നാടിൻ്റെ ജനതയ്ക്കൊപ്പം നിന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി വരുന്ന ഒരു മനുഷ്യനാവണം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ. എനിക്ക് തോന്നുന്നു കുഞ്ഞുമോൻ അത്തരത്തിലൊരു മനുഷ്യനായതുകൊണ്ടാകാം നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അത് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുമോൻ നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന സഹായമെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ ആ മനുഷ്യന് വേണ്ട എല്ലാ പിന്തുണയും ഈ നാട് കൊടുക്കട്ടെ. അങ്ങനെ പരസ്പരം നമ്മൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ